യുദ്ധത്തിൻ്റെ 22 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നയങ്ങളെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകൾ തന്നെ US കോൺഗ്രസിൽ ഉന്നയിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള മറുപടി ആഗോള മാധ്യമങ്ങളും നിരീക്ഷകരും തരികയാണ്. ഒന്നാമത്തേത്, ഇതിനകം 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, ഇനിയും ആയിരക്കണക്കിന് സൈനികരെ കടലിലേക്ക് പറഞ്ഞുവിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വാസ്തവം എന്താണെന്ന് ആഭ്യന്തരമായി അറിയാൻ ആഗ്രഹമുണ്ടെന്നാണ് അമേരിക്കയിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പിന്നൊന്ന്, $20,000 കോടി ഇപ്പോൾ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. ഒരു ദിവസത്തേക്ക് ഏതാണ്ട് $100 കോടി മിനിമം വെച്ച് ചിലവഴിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണോ അമേരിക്കയുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ആളുകളുടെ ആവശ്യങ്ങൾ, തൊഴിൽ സാധ്യതകൾ, അവിടുത്തെ അവസരങ്ങൾ, ഇതൊക്കെ ഇത്രയും കാശ് ചിലവാക്കാൻ വേണ്ടി പര്യാപ്തമാണോ? ഇതെല്ലാം ചിലവാക്കിയിട്ട് എന്താണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം US കോൺഗ്രസിൽ തന്നെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. പിന്നെ അമേരിക്കയെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾ പലതും ഇത്തരത്തിലുള്ള സാമ്പത്തികമോ സൈനികമോ ആയ വിഷയങ്ങളൊക്കെ നേരിടുന്നതിനെക്കുറിച്ച് എന്താണ് ഭരണകൂടം പറയുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയായി മാറിയിരിക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപ് ഒരുപക്ഷേ പരസ്പര വിരുദ്ധമെന്ന് തോന്നാവുന്ന ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മളൊന്ന് വിശകലനത്തിന് വിധേയമാക്കണം. ഇന്ന് വെളുപ്പാങ്കാലത്തെ വന്നിരിക്കുന്ന വാർത്ത, അതായത് ഇന്നലത്തെ അമേരിക്കൻ സമയം വൈകിട്ട് പറഞ്ഞിരിക്കുന്നത്, യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ യുദ്ധം വൈൻഡപ്പ് ചെയ്യാനുള്ള, അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞതാണ്. എന്നാൽ ഇന്ന് അമേരിക്കയിൽ ഇതേ ചോദ്യം തന്നെ വീണ്ടും, യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കുമെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരു സൈഡ് തളർന്നു കിടക്കുമ്പോൾ ഒരു വെടിനിർത്തലിന് പ്രസക്തിയില്ല എന്നാണ്. അപ്പോൾ ഇത് തമ്മിൽ ആശയപരമായിട്ട് വിയോജിപ്പുണ്ടോ എന്നുള്ളത് കേൾക്കുന്നവർക്ക്, അത് മനസ്സിലാക്കുന്നവർക്ക് എന്താണ് തോന്നുന്നത്, അതുതന്നെയാണ് അതിൻ്റെ ഉള്ളടക്കം. അതേസമയം അമേരിക്കയുടെയും UK-യുടെയും നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകളിലൊന്നായ ഇറാനിൽ നിന്ന് 4000 കിലോമീറ്റർ അകലെ കിടക്കുന്ന, ഇന്ത്യയിൽ നിന്ന് 1600 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഡീഗോ ഗാർഷ്യയിലെ US-UK നേവൽ എയർ താവളത്തിലേക്ക് ഇറാൻ മിസൈൽ പായിച്ചത്. ആ സാഹചര്യം എന്താണ് സൂചിപ്പിക്കുന്നത്? ഇറാൻ പറയുന്നത് തങ്ങൾക്ക് ഇത്രയും ദീർഘദൂരമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അമേരിക്ക പറയുന്നത് അതിൽ ഒരെണ്ണം വഴിയിൽ വെച്ച് തകർന്ന് കടലിൽ വീണു, രണ്ടാമത്തേതിനെ ഏതാണ്ടങ്ങ് അടുത്തെത്തിയതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു, തകർത്ത് കളഞ്ഞു എന്നതാണ്. അപ്പോൾ ഇറാൻ്റെ ശക്തിയും അമേരിക്കയും UK-യും ചേർന്ന് അതിൻ്റെ ശക്തിയും കാണിക്കുമ്പോൾ UK നിർണായകമായിട്ടുള്ളൊരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡീഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ മിസൈൽ അയച്ചത് വെറുതെ നിന്ന UK-യെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ പര്യാപ്തമാണ് എന്ന് ഇറാൻ ഓർക്കണം എന്നതാണ് UK ശക്തമായി പറഞ്ഞിരിക്കുന്നത്. യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു രാജ്യത്തെ കൂടി നിങ്ങൾ വലിച്ചിഴയ്ക്കുകയാണെന്ന് ഇറാനോട് UK പറഞ്ഞിരിക്കുകയാണ്. പ്രസിഡന്റ് പറഞ്ഞതിനെ ഏതാണ്ട് സമ്മതിക്കുന്ന മട്ടിൽ US ഹൗസ് ഓഫ് കോൺഗ്രസിൻ്റെ സ്പീക്കർ മൈക്ക് ജോൺസണും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. യുദ്ധം ഏതാണ്ട് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്നാണത്. എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതൊക്കെ നിറവേറ്റി. മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തു ഇറാൻ്റെ, ഇനി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇല്ലാതാക്കി, ആണവായുധ കേന്ദ്രങ്ങളും തകർത്തിരിക്കുന്നു. ഇനി ഒറ്റ കാര്യം മാത്രമാണ്, ഹോർമൂസ് കടലിടുക്കിനെ നിയന്ത്രിക്കാനുള്ള ഇറാൻ്റെ ശേഷി അതിൽ അല്പം അവശേഷിക്കുന്നുണ്ട്. അതുകൂടി ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ സമ്പൂർണ്ണമായി ലക്ഷ്യം എന്ന രൂപത്തിൽ മൈക്ക് ജോൺസൺ പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം ഇന്ന് കൈവരിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരുപക്ഷെ ഇതുമായിട്ടൊന്നും ബന്ധമില്ല എന്ന് തോന്നാവുന്ന ഒരു ആഭ്യന്തര കാര്യം കൂടി നമ്മളൊന്നറിയണം. അമേരിക്കയിൽ ഒരു കോടതി വിധി വളരെ വ്യക്തമായിട്ട് വന്നത് ലോകം മുഴുവനും മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. പെൻറ്റഗൺ നടത്തുന്ന, പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ആദ്യം ഒരു വ്യവസ്ഥ എഴുതി കൊടുക്കണം മാധ്യമങ്ങൾ. അതായത് പെൻറ്റഗൺ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന, അതുപോലെ മാധ്യമങ്ങൾ കൊടുക്കുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാത്തവർക്കൊന്നും അവിടെ കയറാനുള്ള ബാഡ്ജില്ല എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും അത് ബഹിഷ്കരിച്ചുകൊണ്ട് ഈ ബാഡ്ജ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചുപോയ സന്ദർഭങ്ങളുണ്ടായി. അതിൽ ഒരു മാധ്യമം ന്യൂയോർക്ക് ടൈംസ്
കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തു. അമേരിക്ക ഉയർത്തിക്കാട്ടുന്ന ഈ ഫ്രീഡത്തിൻ്റെ, എപ്പോഴും പറയുന്ന ഫ്രീഡം ഓഫ് ദി പ്രസ്, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം, അതിനെതിരാണ് പെൻറ്റഗൺ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ കോടതി പരിഗണിച്ചിട്ട് ഇന്ന് പെൻറ്റഗണിനെതിരെ ആ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന രൂപത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന വാർത്താ സമ്മേളനങ്ങളിൽ ഒരുപക്ഷെ എന്താണോ മറ്റുള്ള മാധ്യമങ്ങൾക്ക് കൂടി, അതായത് ചൊൽപ്പടിക്ക് നിൽക്കാത്ത മാധ്യമങ്ങൾക്ക് കൂടി പങ്കെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഇറാൻ്റെ ഭാഗത്തുള്ള ഭീഷണി ഇന്നും പതിവ് പോലെ വന്നിട്ടുണ്ട്. തങ്ങളുടെ ഖാർഗ് ഐലൻഡിൽ പിടിച്ചെടുക്കാനോ കടന്നു കയറാനോ അമേരിക്ക ശ്രമിച്ചാൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സഖ്യശക്തികൾ എവിടെയൊക്കെ ഉണ്ടോ അവരുടെ എണ്ണ കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കും എന്ന മുന്നറിയിപ്പ് ഇറാൻ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, നിർണായകമായിട്ടുള്ള നതാൻസ് ആണവ കേന്ദ്രത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തി എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ ഇസ്രയേൽ പറയുന്നു, ഞങ്ങൾ അവിടെ ആക്രമണം നടത്തിയിട്ടില്ല, ഞങ്ങൾ നടത്തുന്ന ആക്രമണ സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയും, ഇത് ഞങ്ങളല്ല നടത്തിയത് എന്ന കാര്യമാണ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ വെളുപ്പാങ്കാലത്ത് 3:45 ഇറാന് മുകളിൽ വട്ടമിട്ട് പറക്കുകയായിരുന്ന ഇസ്രയേലിൻ്റെ F-16 കാറ്റഗറിയിൽപ്പെട്ട യുദ്ധവിമാനത്തെ ഇറാൻ ആക്രമിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അതേസമയം തന്നെ ഇസ്രയേൽ പറഞ്ഞു, തങ്ങളുടെ ഒരു വിമാനത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു, ടാർഗറ്റ് ചെയ്തു, പക്ഷേ കേടുപാട് പറ്റിയിട്ടില്ല, വീണിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് രണ്ട് സംഭവങ്ങളും ഒന്നാണോ എന്നതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രണ്ട് കൂട്ടരും സമ്മതിക്കുകയാണ്. ഇതിനിടയിൽ ഇസ്രയേലിലെ പല ഭാഗങ്ങളിലും ഇന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകൾ വർഷിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടും വരികയാണ്. UAEയിൽ ഇന്ന് രാത്രി 8 മണിക്ക് ശേഷവും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അലർട്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നന്ദി മെസ്സേജും വന്നു. ഏതായാലും അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്രയാണോ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെട്ട ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഡ്രോണുകളും മിസൈലുകളും അതിനേക്കാൾ വളരെ കുറഞ്ഞ എണ്ണത്തിലേക്ക് ഇന്ന് UAEയിൽ വന്നിരിക്കുന്ന ആക്രമണം പരിമിതപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം റാസൽ ഖൈമയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്തതിൻ്റെ ഒച്ച കേട്ടു എന്നുള്ള രൂപത്തിൽ ഔദ്യോഗികമായി തന്നെ റാസൽ ഖൈമ മീഡിയ ഓഫീസ് പ്രതികരിച്ചിട്ടുണ്ട്. കേട്ട ശബ്ദം ഇൻ്റർസെപ്റ്റ് ചെയ്തത് തന്നെയാണ് എന്ന കാര്യം. ഇന്ന് മൊത്തത്തിൽ 11 ആയുധങ്ങളാണ്, അതായത് 3 ബാലിസ്റ്റിക് മിസൈലുകളും 8 ഡ്രോണുകളുമാണ് ഇന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് UAEയിലേക്ക് വന്ന് നിർവീര്യമാക്കപ്പെട്ടത് എന്നാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നൽകുന്ന ഔപചാരികമായിട്ടുള്ള അറിയിപ്പ്. ഈ ബോധവൽക്കരണ പ്രക്രിയ തുടരുന്ന കൂട്ടത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് മാറി നിൽക്കുന്നു എന്നിപ്പോൾ മനസ്സിലാവുകയാണ്. കാരണം കാണുന്നതും കാണാത്തതും കേൾക്കുന്നതും കേൾക്കാത്തതും ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നതുമൊക്കെ ഈ ആധികാരികമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, വാർത്തകൾ, ശബ്ദങ്ങൾ ഇതൊക്കെ അസ്ഥാനത്താണെന്ന് അനുഭവങ്ങളിലൂടെ നമുക്കെല്ലാം ബോധ്യമായി. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് സമ്പ്രദായം, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, NCMA എന്ന അതോറിറ്റി, ഗവൺമെൻറ് മീഡിയ ഓഫീസുകൾ ഇതെല്ലാം വളരെ ശക്തമായിട്ട് അന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ഓതൻറ്റിക് വാർത്തകളായി നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സ്വദേശികളെപ്പോലെ പ്രവാസികളും വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന രൂപത്തിൽ ഒരേ കരുതലോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഔദ്യോഗികമായ കേന്ദ്രങ്ങൾ പറയുന്നത് മാത്രം നമ്മൾ വിശ്വാസത്തിലെടുത്ത് തുടർന്ന് മുന്നോട്ട് പോവുക. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തുകൂടി ഗതാഗതം സുഗമമായി നടന്നാലേ ഈ വിലക്കയറ്റത്തിന് ലോകം മുഴുവൻ അറിഞ്ഞു വരുള്ളൂ. പാചകവാതകത്തിൻ്റെയോ എണ്ണയുടെയോ മാത്രം കാര്യമല്ല, അവശ്യ സാധനങ്ങൾക്കെല്ലാം ലോകത്ത് എന്തൊക്കെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നോ അതിനൊക്കെ വില വർധനവ് വരാവുന്ന സാഹചര്യമാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഈ പ്രശ്നം വഴി ഉണ്ടാകുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ടാവണം ഇന്നിപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി കടന്നിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യം കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ ഖാർഗ് എന്ന് പറയുന്ന ഐലൻഡിൽ കൂടുതൽ ആക്രമണം നടത്തിയിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ ഹോർമൂസ് മാത്രമല്ല, ബാബൽ മന്ദബ്, എവിടെയാണ് ബാബൽ മന്ദബ്, അതായത് ചെങ്കടലിൽ നിന്ന് ഏതൻ ഭാഗത്തുകൂടി അറബിക്കടലിലേക്ക് പ്രവേശിക്കുന്ന സ്ട്രെയിറ്റ്, ആ കടലിടുക്ക് ഭാഗമാണ് ബാബൽ മന്ദബ്. നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നല്ലോ, ഹോർമൂസ് കടലിടുക്ക് അടക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ചെങ്കടൽ തീരത്ത് എത്തിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ ചെങ്കടലിലൂടെ അറബിക്കടലിലേക്ക് കൊണ്ടുവരാൻ ഒരു വകുപ്പ് കിടപ്പുണ്ടെന്ന്. അല്പം വളഞ്ഞ വഴിയാണെങ്കിലും ആ വളഞ്ഞ വഴിയിലെ കടലിടുക്കാണ്, നിർണായകമായ ഇടമാണ് ബാബൽ മന്ദബ്. അവിടെ കൂടി ഞങ്ങൾ
ആക്രമിച്ച് തരിപ്പണമാക്കും എന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ചില മലകളുടെ മുകളിൽ കൊണ്ടുപോയി നിന്നും മിസൈലുകൾ വിക്ഷേപിക്കുന്നതിൻ്റെ ചിത്രം ക്ലോസപ്പ് ഷോട്ടുകൾ കൂടി ഇറാൻ അവരുടെ സ്റ്റേറ്റ് മീഡിയയിലൂടെ കാണിക്കാൻ നോക്കുന്നുണ്ട് എന്ന കാര്യവും റിപ്പോർട്ടായി വരികയാണ്. പിന്നൊരു കാര്യം, ഇറാനിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഓരോന്നും ആർക്കും അറിയാൻ വയ്യ. അവിടെ മൊത്തത്തിൽ എത്രയോ ദിവസങ്ങളായി ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ടാണ്, ആർക്കും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് മീഡിയ എന്ത് പറയുന്നോ അത് മാത്രം അംഗീകരിക്കേണ്ട അവസ്ഥയിലാണ് ഇറാനിലെ ജനങ്ങളും കടന്നു പോകുന്നത്. ഇനി നമ്മുടെ യാത്രാ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു പൊതു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പോയി നോക്കിയാൽ അതിൽ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അലർട്ട് കാണും. നിങ്ങൾ ടിക്കറ്റ് എടുത്താലും ചെക്ക് ഇൻ ചെയ്താലും എല്ലാം ശരി. അതിൻ്റെ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് എല്ലാം പരിശോധിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കോൺടാക്റ്റ് നമ്പറിനെ വിളിച്ച് ചോദിക്കുകയോ സിസ്റ്റത്തിൽ നോക്കുകയൊക്കെ ചെയ്തിട്ട് വേണം പുറപ്പെടാൻ. ടിക്കറ്റ് കിട്ടി എന്ന് കരുതിയിട്ട് പോകരുത്. ഇതാണ് എല്ലാ വിമാനങ്ങളുടെയും കാര്യത്തിൽ. കാരണം എയർപോർട്ട് ക്ലോഷർ ഉണ്ടാവാം പലപ്പോഴും, അല്ലെങ്കിൽ എയർ സ്പേസിൻ്റെ ക്ലോഷർ ഉണ്ടാവാം. തുറന്ന് പ്രവർത്തിക്കണമെന്നില്ല, പരിമിതമായ എണ്ണം മാത്രമേ വിമാനങ്ങൾ പോകുന്നുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണമെന്നാണ്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് ഓപ്പണായി കിട്ടും എന്ന് കരുതി അത് അന്തിമമല്ല എന്നർത്ഥം. ഇതെല്ലാ വിമാന കമ്പനികളുടെയും കാര്യത്തിൽ ബാധകമാണ് നമ്മൾ മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് ഏറ്റവും അത്യാവശ്യക്കാർ മാത്രം യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇപ്പോൾ എണ്ണവില ഇങ്ങനെ പോയാൽ 100, 115 കടന്ന് 175 ആകുമെന്ന് യുണൈറ്റഡ് എയർലൈൻസ് അമേരിക്കയിൽ കരുതിക്കൊണ്ട് അവരുടെ പെരുമാറ്റച്ചട്ടവും അവരുടെ മെനുവും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ടിക്കറ്റ് നിരക്കുകൾ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 വർഷം കഴിഞ്ഞാലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടവർ പുതിയ മുൻകരുതൽ സ്വീകരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും വരികയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature Abu Shagara Sharjah, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Deal Price, India GCC Business Lounge.